ദുബായിലേക്ക് പോവാണല്ലേ? എന്താ പോണ്? അടുത്ത മാസം 13 ബിൽഡിങ്ങിലേക്ക് തന്നെ ഡിസൈൻ ബില്ലിലേക്കാണല്ലേ? മാഷാല്ലാ. പിന്നെ എന്താണെങ്കിലും ചെയ്യും ചെയ്യുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ജിയാസ് സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇതാക്കിയാണ് എന്നെ പഠിപ്പിച്ചത്. ഇവിടെ പിന്നെ പഠിപ്പിക്കുന്ന രീതികളും കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു. അത് അമിസാറിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാ. സുഫീദ്, ഫിനാനെ, സിനാനെ ഇതൊക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മളിവിടുന്ന് പഠിച്ചത്. +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെറുതെ അന്തം വിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ തന്നെ കുറെ ചങ്ങായിമാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? പഠിച്ച എന്തായാലും കാര്യം ഉണ്ടാവും, വെറുതെ നടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഫീൽ ഇത് ഉണ്ടാകേണ്ടിയില്ല. ഒരു ജോബ് കിട്ടുന്നൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഷാഹുൽ, ഹായ്. ദുബായിലേക്ക് പോവാണല്ലേ? എന്താ പോണ്? അടുത്ത മാസം 13-ാം തീയതി ദുബായിലേക്ക്. പിന്നെ ആരാണ് അവിടെ ഉള്ളത്? എൻ്റെ കസിൻ ഉണ്ട്. ഓക്കെ. ഡിസൈനിങ് ഫീൽഡിലേക്കാണോ? അതല്ല, ബിൽഡിങ്ങിലേക്ക് തന്നെ. ഡിസൈൻ ഫീൽഡിലേക്കാണല്ലേ? ഓക്കെ, മാഷാല്ലാ. ഏതായാലും വളരെ സന്തോഷം. ഇത് നമ്മുടെ ഷാഹുൽ, ഒമശ്ശേരി തന്നെയാണ് സ്വദേശം. ഷാഹുൽ ഏകദേശം ഒരു 6 മാസം മുമ്പ്, 6 മാസമല്ല, ഏകദേശം ഒരു 10 മാസത്തോളമായി ഉണ്ടാവില്ലേ? 10 മാസത്തിന് മുമ്പ് 3STDG അക്കാദമിയിൽ വന്ന് ഡിസൈൻ ചെയ്ത് പഠിച്ചു. അത് നല്ലൊരു ഫാമിലിയിൽ എത്തിപ്പെട്ട ഫാമിലി, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഫാമിലിയാണ്. നമ്മൾ അയൽവാസി 360DG അക്കാദമി ഓമശ്ശേരിൻ്റെ ഒരു അയൽവാസിയാണ് ഷാഹുൽ. ഷാഹുൽ ഇവിടുന്ന് പഠിച്ചു, വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഈ ആഴ്ച ദുബായിലേക്ക് പോവാണ്. എല്ലാവിധ വിജയാശംസകളും, നല്ല ജോലി എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഏതായാലും ഷാഹുലിനെ പരിചയപ്പെടുത്തും. ഷാഹുൽ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ളതൊക്കെ. ഞാൻ ഫസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് അത് വന്ന് ഞാൻ ഒരു വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് പോയി. എന്നതിന് ശേഷം ചെക്കന്മാരോടൊക്കെ ചോദിച്ച്, ഇവിടെ അറിയുന്ന കുട്ടികളൊക്കെ ചോദിച്ച് ഇവിടെ ഓക്കെ ആണ്, സെറ്റാണ് തോന്നിയപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഇവിടെ ഏറ്റവും അടിപൊളി ബാച്ചിൽ തന്നെ വലിയ ഏറ്റവും. അത് ഷാഹുലിന്റെ ബാച്ച് ഏറ്റവും അടിപൊളി ബാച്ചാണെന്ന് തോന്നി. പക്ഷെ അതിന്റെ മുമ്പത്തെ ബാച്ച് പറഞ്ഞത് ഓലെ ബാച്ചാണ് ഏറ്റവും അടിപൊളിയാണെന്ന്. ഏതായാലും അങ്ങനത്തെ ഒരു ഫീല് കിട്ടി. ഓക്കെ. എന്തുകൊണ്ട് ഇവിടെ ഹാപ്പി ആയിട്ടാണ് പഠിച്ചറിയാൻ. അത് ഇത് വെറുതെ ഒരു തമാശക്ക് വേണ്ടിട്ട് പറയണതല്ലോ. അല്ലല്ല. എന്താ എന്റെ പേര് സുഫീദൊക്കെ അത്രയും ഏതാണ്. കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ്? കൂടെ ഉള്ള ആൾക്കാർ അടിപൊളിയാ. സുഫീദ്, ഫിനാനെ, സിനാനെ ഇതൊക്കെ ഹാപ്പി ആയിട്ടാണ് നമ്മളിവിടുന്ന് പഠിച്ചത്. സുഫീദൊക്കെ ഒന്നും തന്നെ വിളിക്കലുണ്ട്, എപ്പോഴും വിളിക്കലില്ല. സുഫീദ എന്തോണം ഇപ്പം വിളിച്ചത്. പിന്നെ ഈ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇല്ലല്ലോ. ഒരു കുറെ +2 കഴിഞ്ഞല്ലേ? +2 കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പൊ +2 കഴിഞ്ഞ് ഡിസൈനിങ് ഫീൽഡിലേക്ക് തിരിയാൻ എന്തോ കാരണം ഉണ്ടായിരുന്നോ? കാരണം വെച്ചാൽ എന്റെ കസിൻ ഇത് പഠിച്ച് ജോബ് സെറ്റ് ആണ്. എവിടെയാണ്? ദുബായ് തന്നെയാണ്. അവന്റെ അടുത്ത് അപ്പൊ നിലവിൽ പോകുന്നത്? അല്ല, ഇത് വേറെ കസിനാണ്. ഇത് പഠിച്ച ആളുണ്ട്. ഓക്കെ. അപ്പൊ ഒരു ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മള് കുറെ കുട്ടികൾ ഇപ്പൊ എവിടെ ഉണ്ട്? ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്, അറിയല്ലോ. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് പോവുക. തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതിലൊന്നും യാതൊരു ബേജാറോ സംശയമൊന്നും വേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ പഠിപ്പിക്കുന്ന രീതികളും കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു. അത് അമിസാറിന്റെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാ. അമിസാറിന്റെ ക്ലാസ്സിലെ ആഷിഖ് സാറിന്റെ ക്ലാസ് കിട്ടിയോ? ജിയാസ് സാർ. ഓക്കെ. ജിയാസ് സാർ. പിന്നെ വേറെ വല്ല വൈബുകളും ഇവിടുന്ന് കിട്ടിയിരുന്നോ? ഇപ്പൊ കറക്റ്റ് ഇപ്പൊ എനിക്ക് തന്നെ ചോദിക്കാൻ ഓർമ്മയിൽ വരുന്നില്ല. ഇവിടുന്ന് കിട്ടിയ ഒരു ഓർമ്മയുള്ള ഒരു എക്സ്പീരിയൻസ് ഏതാണ്? ഒരു ട്രിപ്പ് പോയി നമ്മള്. ഏത് ട്രിപ്പ്? നമ്മളെ ലാസ്റ്റ് ആയിട്ട് പോയ ട്രിപ്പ്. ആ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വെച്ചാല് ട്രിപ്പ് കൊടുത്ത ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ജീവിതത്തില് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചാടുന്ന് പോകുന്നത്. അതാന്ന് വെച്ചാല് വലിയ വൈബിലുള്ള ആൾക്കാരുണ്ട് നമ്മളെപ്പോഴും. ട്രിപ്പില് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? ട്രിപ്പിൽ കൂടുതൽ നമ്മൾ ഫുൾ ട്രക്കിങ്. ആ മലയുടെ മുകളിൽ കയറി. ആ മലയുടെ പേരെന്തേ? ആ മലയുടെ മുകളിൽ കയറി 360ന്റെ കൊടി അവിടെ നാട്ടിലെങ്കിലും കുറെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അത് ഒരു മറക്കാത്തൊരു, അത് കുറെ കാലമായല്ലോ ജീവിക്കുന്നത് അല്ലേ? +1 +2 അതിന്റെ മുമ്പ് കുറെ ട്രിപ്പൊക്കെ പോയിട്ട് ഈ ട്രിപ്പ് അത്രയും ഓർക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്.
പിന്നെ നമ്മൾ ഡിസൈനിങ്ങിന്റെ ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഡിസൈനിങ്ങിൽ എന്ത് ചെയ്യാണ് ഏറ്റവും ഇഷ്ടം? ഡിസൈനിങ് സാധാരണ നോർമൽ പോസ്റ്ററുകൾ പിന്നെ എന്താണെങ്കിലും ചെയ്യും, ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ജിയാസ് സാർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇതാക്കിയാണ് എന്നെ പഠിപ്പിച്ചത്. ഓക്കെ. മാത്രല്ല അതാണ് ഇപ്പൊ ഷാഹുൽ പറഞ്ഞത് തന്നെ, ഷാഹുല് ഏത് കമ്പനീന്റെ എന്ത് വർക്കുകൾ കിട്ടിയാലും അത് ധൈര്യമായിട്ട് കോൺഫിഡൻസോടെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം, ആ ഒരു ധൈര്യം കിട്ടുന്ന സമയത്താണ് ഒരു ഡിസൈനർ എന്താകുന്നത്, ഡിസൈനർ ആകുന്നത്. അല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബേജാറ് അതൊന്നും ഒരിക്കലും ഉണ്ടായത് ഒരു ഡിസൈനർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വരുന്നതോടുകൂടെ ആ ഒരു കോൺഫിഡൻസ് ഏകദേശം ഒന്നും അറിയാത്ത ആളുകൾക്ക് ആണെങ്കിൽ വരെ കിട്ടുന്നുണ്ടെന്നാണ്. ഈ ഇപ്പൊ എന്തോ അറിഞ്ഞിട്ടായിരുന്നു ഇവിടെ വന്നത്? എല്ലാം ഒന്നും അറിയാതെ വന്നാണ്. സ്വന്തമായിട്ടൊരു ലാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പഠിക്കാനുള്ള ഒരു ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, അതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് എല്ലാവരോടും പറയല് ഒരു ജോലിയൊക്കെ നേടിയിട്ട് നല്ല പൈസ ഉണ്ടാക്കണം അല്ലേ പറയല്? നന്നായിട്ട് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കിയിട്ട് അത് എല്ലാവർക്കും എന്താണോ അതിന്റെ അവകാശികൾ, ഉപ്പക്കൊക്കെ കൊടുക്കുക, അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ എല്ലാ സമയത്തും പറയുന്നത്. ഇപ്പൊ നിലവിൽ എന്തോ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്തിരുന്നു, ഇതിന്റെ ഇടയിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യുകയും ചെറിയ രീതിയിൽ പൈസ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി സീരിയസ് ആയിട്ട് ഒരു ജോലിയിലേക്ക് കടക്കുകയും പിന്നെ വേറെന്തോ പ്ലാൻ ഉണ്ടോ അവിടെ പോയിട്ട് ഒരു ജോലി സെറ്റ് ആക്കുക, അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സും, മീൻസ് അവിടെ ദുബായ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു വലിയൊരു ലോകമാണല്ലോ. പ്രത്യേകിച്ച് ഈ ഡിസൈനിങ് മേഖല ഇപ്പോൾ +1ഉം +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വെറുതെ അന്തം വിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എൻ്റെ തന്നെ കുറെ ചങ്ങായിമാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? പഠിച്ച എന്തായാലും കാര്യം ഉണ്ടാവും, വെറുതെ നടക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഫീൽ ഇത് ഉണ്ടാകേണ്ടിയില്ല. ഒരു ജോബ് കിട്ടുന്നൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സീരിയസ് ആയിട്ട് പഠിക്കണം, അതിന് വേണ്ടി ഞാൻ 6 മാസം 3 മാസം ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ ഇനി കാര്യം ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ അത് തീർച്ചയാണ്. പിന്നെ ഇനി 360 എന്നുള്ള നിലയ്ക്ക് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ? ഞാൻ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയത്. തീർച്ചയായിട്ടും 100% സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത്. ഇത് വെറുതെ ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയല്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ 360 ഒരു ഫാമിലി ആണല്ലോ അല്ലേ? ആ ഫാമിലി ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ബാച്ചുകാരായിട്ട് ഒരു പിന്നെ ആ ഒരു നമ്മളൊരു ഇവിടെ ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഫെസ്റ്റിന്റെ തൊട്ട് കൈനാരാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഫെസ്റ്റിന്റെ ഫിനിഷിംഗ് ലെവലിലാണ്. നിങ്ങൾക്ക് ഫെസ്റ്റ് കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടീന്? ടൂർ കിട്ടീന്. അപ്പൊ ഓരോ ബാച്ചിനും അതിൻ്റെതായിട്ടുള്ള പല വൈബുകളും പല സംഗതികളാണ്. പക്ഷെ വൈബ് മാത്രമല്ല, വൈബുള്ള ആളുകൾക്ക് വെറും വൈബ് മാത്രമേ ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഡിസൈനിങ്ങിനോട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ട് വരുന്ന വൈബുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ് ആരാ? ജിയാസ് സാർ. ഓക്കെ, ജിയാസ് സാർ ഒരു സാറ് എന്നതിലുപരി ഒരു ക്ലോസ് ഫ്രണ്ട്, അത്ര തന്നെ അല്ലേ? ഓക്കെ. പിന്നെ ഷാവുലെ, ഞാനാണ് കുറെ സംസാരിക്കുന്നത്, ഷാവുല് കുറച്ച് കാര്യങ്ങൾ പറയും. ഷാവുലിനെ 360 വന്നതിന് ശേഷം ഒരു ഓർക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ? ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഓർക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോ എല്ലാം ഓർമ്മകൾ തന്നെയാണ്, എല്ലാം ഒട്ടുമിക്ക ഓർമ്മകൾ തന്നെയാണ്. ദുബായിക്ക് പോവാണല്ലോ, അപ്പോൾ പോർട്ട്ഫോളിയോ സെറ്റ് ആണോ? പോർട്ട്ഫോളിയോ ഓക്കെ ആണ്. പോർട്ട്ഫോളിയോ ഒക്കെ സെറ്റ് ആക്കി വെച്ചാണ്. അതിലെല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനുകളും സോഷ്യൽ മീഡിയ ചെയ്തിട്ടുണ്ട്, പിന്നെ പുറത്തും ചെയ്തത് എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ CV കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്. നമ്മളൊരു കമ്പനിക്ക് പോകുന്ന സമയത്ത് ഈ സാധനം നിർബന്ധമാണ്. ഇത് നമ്മളൊരു ഇന്റർവ്യൂവിന്റെ മുമ്പ് ഏറ്റവും വലിയൊരു നല്ലൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് നല്ലൊരു പോർട്ട്ഫോളിയോ. അത് നമ്മൾ ചെയ്ത തന്നെ വർക്കുകൾ അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഓൾമോസ്റ്റ് സെറ്റ് ആണല്ലേ? അതിൽ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം പോവാണല്ലോ, ദുബായിലേക്ക് പോവാണ്. അപ്പോ വന്ന സമയത്തുള്ളതും ഇപ്പോഴത്തെ സമയത്തുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്ന അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ വന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു ഡിസൈനിങ്ങിന്റെ ഒരു ബേസ് പോലെ അറിയാനാണ് ഇവിടെ വന്നത്. ഇപ്പൊ ഇറങ്ങിയപ്പോ ആര് ചോദിച്ചാൽ നമ്മളൊരു കറക്റ്റ് ഒരു ഇത് പഠിച്ച് കോഴ്സ് പഠിച്ച് കറക്റ്റ് പ്ലേസ്ഡ് ആയി എന്ന രീതിയിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ നമുക്ക് ഫീലിംഗ് ചെയ്യുന്നുണ്ട്.
+2 കഴിഞ്ഞ സമയത്ത് എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാണ് പോകുന്നത്, എന്താണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞ ഡിസൈനിങ് ആണ്. അപ്പൊ എല്ലാവരും ചോദിച്ചതിനോട് ഇതിൽ കാര്യം ഉണ്ടാവോ, വെറുതെ പഠിച്ച് എല്ലാവരും പഠിക്കുമ്പോൾ പഠിച്ചു പോവാണോ അങ്ങനെ ചോദിച്ചപ്പോ അതിനെല്ലാ കാര്യം ഉണ്ടാവാൻ കോൺഫിഡൻസ് തന്നെ പറഞ്ഞു. അതും ചെറിയ മാസമാണല്ലോ, 3 മാസം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ ചോദ്യം എല്ലാവരും ചോദിച്ചിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ ഇനിയിപ്പോ അവർക്ക് പറയാനില്ല, നമ്മള് ചെയ്ത് പ്ലേസ്ഡ് ആയല്ലോ. അപ്പൊ അതിൻ്റെതായ രീതിയിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം. അപ്പോ ഷാഹുല് ദുബായിലേക്ക് പോവാണ്. അപ്പൊ ഷാഹുലിന് എല്ലാവിധ വിജയാശംസകളും, അതോടൊപ്പം തന്നെ പിന്നെ ജോലി, നല്ല സാലറി ഉള്ള നല്ല ജോലി കിട്ടാനുള്ള എല്ലാവിധ തൗഫീഖും കിട്ടുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാഹുൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പാവങ്ങളായ ഞങ്ങൾക്ക് ചായ. തീർച്ചയായിട്ടും സാറൊന്നും കയറി അന്ന് മുതൽ സാറ് ആര് ജോലി കയറിയാൽ ഫസ്റ്റ് സാലറി ഇവിടുത്തെ സാറുമാർക്ക് പഠിച്ച സ്റ്റുഡൻസിന് അത് ഞങ്ങള് ചായ കിട്ടാനുള്ള ഒരു ഇതല്ല, നമ്മൾ പഠിച്ചൊരു അല്ല, നമ്മൾ ചായ കിട്ടാനോ അതിന്റെ ചെലവ് കിട്ടാനോ അല്ല. ഇതിനപ്പുറം അത് നമ്മളെ ഇടയിലുള്ള ഒരു ബോണ്ടാണ്, ഒരു സ്നേഹമാണ്. അത് വിട്ടുപോകാൻ. അതെ. അതോടൊപ്പം തന്നെ ഇവിടുന്ന് പോകുന്നില്ല. ഇപ്പൊ ദുബായിലേക്ക് പോയി ഒരു കമ്പനിയിൽ കയറുകയാണെങ്കിൽ തന്നെ ഇവിടുന്ന് പോകുന്നില്ല. ഈ ഫാമിലിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മൾ ഈ 360 എന്ന് പറയുന്ന ഫാമിലിയിൽ അംഗങ്ങളാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, പിന്നെ ഇനിയിപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് ഈ 360ന്റെ ഏറ്റവും വലിയ ഒരു പവർ എന്നുള്ളതാണ്. കാരണം ഒരുപാട് 100 ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ആ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ദുബായിലേക്ക് പോകണമെങ്കിൽ അവിടെ തന്നെ നമ്മളെ ആൾക്കാരുണ്ട്, നമ്മളെ കുട്ടികളുണ്ട്, നമ്മളെ ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ആ സാധനം ഇടല്ലേ കൊടുക്കുക. അവിടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോ ഷാഹുൽ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഓടിക്കതച്ച് വന്നതാണ്. അപ്പൊ കതച്ച് വന്ന സമയത്ത് നമ്മൾ പിടിച്ചിരുത്തിയിട്ട് സംസാരിപ്പിച്ചതാണ്. ഷാഹുൽ വന്നത്, ഞാൻ ദുബായിലേക്ക് പോവാണ്, അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ട്, ജോലി ഉണ്ടല്ലോ. അതെ, സർട്ടിഫിക്കറ്റ് സ്കില്ലാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് ജോലി കിട്ടും, സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടൂല. അതോടൊപ്പം തന്നെ നമുക്ക് സ്കില്ല് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് GCC കൺട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മളെ സർട്ടിഫിക്കറ്റിന് സ്റ്റേറ്റ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് എക്സാം എഴുതിയല്ലേ, എക്സാം എഴുതിയതാണ്, പാസ്സായതല്ലേ. നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. പ്രത്യേകിച്ച് GCC യൂറോപ്പിലൊക്കെ നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഷാഹുലിന് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കുക. അതിൽ സർട്ടിഫിക്കറ്റ് ഒന്ന് നമ്മുടെ 360 DG അക്കാദമിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇത് സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടോ. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇത് ഏതായാലും ഇത് ഷാഹുലിന് നൽകിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ഇവിടെ എൻ്റെ പേരിലാണ്. ഓക്കെ.